ഒരു സ്വത്ത് എൻ്റെ സ്വത്താണ് എൻ്റെ അമ്മ. അതിന് വലിയ സ്വത്തിക്കെന്തിനാ? എത്ര ഇത് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് പകരാവില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മുഖ്യമന്ത്രിമാരെ മകളാണ് നീ. പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അല്ല, നമ്മുടെ വീട്ടിൽ വളരുമ്പോൾ നമ്മളവരെ മക്കളിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടാണ് കണ്ടിരുന്നത്. എന്നെ അയലൊക്കത്തുള്ളവരാണ്, വളരെ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ആണോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്? അതെ, ഏൽപ്പിച്ചിട്ട് ആണ് മാധവൻ കൊണ്ടുവരുന്നത്. പക്ഷെ മകളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയാണോ ആദ്യമായിട്ട് പറഞ്ഞത്? അമ്മയാണ് പറഞ്ഞു, എൻ്റെ മകളാണ്. അപ്പം നമസ്കാരം. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മകൾ എന്നവകാശപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ സ്വദേശിനിയായ സുനിത എന്നൊരു യുവതി 2-3 ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. തൻ്റെ അമ്മയുടെ ഘാതകരെക്കുറിച്ച്, അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സുനിതയുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ പ്രസിഡന്റിനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് സുനിതയാണ്. നമസ്കാരം. നമസ്കാരം. 2-3 ദിവസം മുൻപാണ് സുനിത മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചത്. അതെ. എന്താണ് ഇപ്പോൾ അമ്മ മരിച്ചിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യകാലങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എന്താണ് ഈ 9 വർഷങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ള കാരണം? മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനെന്ന് പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞിട്ട് നമുക്കിത് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഉന്നതമായ ആൾക്കാരൊക്കെ ഇതിൽ അമ്മേനെ ചെയ്തതിൽ ഉണ്ട്. പിന്നെ എന്ന് വെച്ചെങ്കിൽ എനിക്കിത് ഒരാളോടും പുറത്ത് പറയാനും പറ്റുന്നില്ല, ഉറങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ ഞാൻ TV കാണുമ്പോൾ സ്വാമിജീനെ ഇത് കാണാറുണ്ട് TV-യിൽ. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചി മുഖാന്തരം എന്നോട് പറഞ്ഞു, സ്വാമിജീനെ ഒന്ന് പോയി കണ്ട നല്ലതാവും, മനസ്സിൽ നമ്മളുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനും. അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ വന്ന് HRDS-ൽ വന്ന് സ്വാമിജീനെ കാണാൻ വന്നപ്പോൾ സ്വാമിജി ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ HRDS-ൻ്റെ സെക്രട്ടറിയായ അജികൃഷ്ണ സാറിനെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറിനോട് പറഞ്ഞു, എന്തുകൊണ്ട് ഇത്രയും നാളിത് മൂടി വെച്ചു എന്ന് വെച്ചാൽ നിങ്ങളിത് എന്തുകൊണ്ട് ഇത് തന്നെ ഓട് പറഞ്ഞു, ഇത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം, അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം, നമുക്ക് മോദിജിനെ കാണാം, മോദിജിയിൽ ഇടപെടും, മോദിജിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിനുള്ള വേണ്ട നടപടികൾ ചെയ്തിട്ട് ഇത് തെറ്റ് ചെയ്തവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് പല സംശയങ്ങളും പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. കാരണം ഇത് നമുക്ക് സമൂഹത്തിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം മുമ്പ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള അവകാശവാദങ്ങളുമായി വന്നിരുന്നു. പക്ഷേ നിങ്ങളെ വ്യത്യസ്തയാക്കുന്നത് അവരെ സ്വത്ത് വേണമെന്നുള്ളതല്ല, അല്ലെങ്കിൽ മകളായി അംഗീകരിക്കണമെന്നുള്ളതല്ല, അമ്മയുടെ ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു, എവിടെയാണ് വളർന്നത്? ഞാൻ തൃശ്ശൂരാണ്. എങ്ങനെയാണ് തൃശ്ശൂർ? ആരോട് എങ്ങനെയാണ്? തൃശ്ശൂർ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ജോലി പണിക്ക് നിന്ന സർവൻറ്റ് ആളുടെ വീട്ടിലാണ് ഞാൻ വളർന്നത്. അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ വളർത്തച്ഛൻ മാധവൻ. അച്ഛൻ ആരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ആളായിരുന്നു മാധവൻ? MGRൻ്റെ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ മാധവൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് വളർന്നത്. പിന്നെ എപ്പോഴാണ് ഈ അമ്മ ഈ ലളിതയാണെന്ന് തിരിച്ചറിഞ്ഞത്? ഒരു 18 വയസ്സിലാണ്. എങ്ങനെയായിരുന്നു മാധവൻ്റെ കൂടെയുള്ള ജീവിതം അവരുടെ വീട്ടിൽ? അവരുടെ വീട്ടിൽ ഭയങ്കര ദുരിതമായിരുന്നു. അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരാണെന്നോ? അല്ല, നമ്മുടെ വീട്ടിൽ വളരുമ്പോൾ നമ്മളവരെ മക്കളിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? സ്വന്തം മകളല്ലെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരെ മകൾക്ക് ഡ്രസ്സും സാധനങ്ങൾ എടുത്തു കൊടുക്കണമെന്നതിന് എനിക്ക് കിട്ടാറില്ല. എന്നെ അയലൊക്കത്തുള്ളവരാണ്, വളരെ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പം നമുക്ക് നല്ല കാലം വന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊക്കെ വിട്ടേക്കൂ. എന്താണെന്നറിയോ, നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ദുരിതകാലങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ചിന്തിക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് നല്ല കാലം വന്നില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചത്, അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? അച്ഛൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
2 മുഖ്യമന്ത്രിമാരെ മകളാണ് ഈ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പം തമാശയാണെന്ന് കരുതിയോ അത്? നിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ എന്നോട് മാത്രമല്ല, ഞങ്ങളടുത്ത വീട്ടിലുള്ള ആൾക്കാരോടും പറഞ്ഞു? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. അവർ വിശ്വസിച്ചില്ല എന്ന് തമാശയ്ക്ക് പറയുന്നതാണെന്ന് വിചാരിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ വില എന്താന്നുള്ളത് ഞാൻ അറിയുന്നു. ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചത് അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അത്ര കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ ആൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അവരുടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എങ്ങനെയാണ് ഈ മാധവൻ എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അതായത് എന്നെ കൊല്ലാനായിട്ട് നോക്കിയപ്പോൾ കൊടുത്തയച്ചതാണെന്നാണ് പറഞ്ഞത്. എന്നെ കൊന്നു കളയുന്നു, എൻ്റെ സുരക്ഷിതം മാനിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത്. MGR ആണോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്? അതെ, ഏൽപ്പിച്ചിട്ട് ആണ് മാധവൻ കൊണ്ടുവരുന്നത്. വളരെ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ എന്തുണ്ടായി? മരണശേഷം ഞാൻ പിന്നെ പള്ളിയിൽ പോയി നിന്നു, ഡിവാനിൽ. എന്നുവെച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. മുരിങ്ങൂര്. നമുക്കിവിടെ നിൽക്കാനും പറ്റില്ല. അവിടുത്തെ അമ്മയെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നം. നമ്മളെന്ത് ചെയ്താലും കുറ്റമായിരുന്നു. അവരെ മക്കളെ നിന്നൊക്കെ വ്യത്യസ്തമാണ്. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവരെന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റുകളെല്ലാം നമ്മുടെ തലയിലാവും. അങ്ങനെ അവിടെ പോയി നിന്ന് അതിൻ്റെ ഇടയിൽ അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു. അമ്മ എന്നെ അംഗീകരിച്ചു. അമ്മേരെ എൻ്റെ അമ്മ എന്നെ 18 വയസ്സ് ആദ്യമായിട്ട് അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ നമസ്കാരം പറഞ്ഞ് കാല് തൊട്ട് വന്നിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾക്ക് കാപ്പിയൊക്കെ അപ്പോഴും അറിയുന്നില്ല അമ്മയാണെന്ന്? ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അമ്മ എന്നോട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു എനിക്ക്. അങ്ങനെ ഫോട്ടോ എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ബിന്ദുവിന് വീട്ടിൽ സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഫോട്ടോയിൽ എൻ്റെ ഈ വളർത്തിയ അച്ഛനുണ്ട് മാധവൻ, ആളുടെ പടമായിരുന്നു. കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ പടം കണ്ടപ്പോൾ ഇതിലാരാണ് ബിന്ദുവിൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ചായക്ക് തന്ന് പോണ നേരത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അമ്മ കുറച്ച് ക്യാഷ് എനിക്ക് എടുത്ത് തന്നു. കൂടെ വന്നവരോട് കൂടെ വന്നവരോട് പറയണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ചധികം പൈസ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയൊരു ഇതായിരുന്നു. അപ്പം അമ്മ പറഞ്ഞായിരുന്നോ എന്തെങ്കിലും കൂടുതലായിട്ട്, അതായത് മകളാണെന്നോ മറ്റോ അമ്മ പറഞ്ഞോ? അല്ല, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് തന്നിട്ട് വിട്ടു. പിന്നെ വീണ്ടും കുറേശ്ശെ എന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്ന് അന്ന് അമ്മ ഒന്നും പറഞ്ഞില്ല? അമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അമ്മയുടെ മകളാണെന്നൊന്നും പറഞ്ഞില്ല? ഇല്ല, പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അമ്മ പിന്നെ തുറശ്ശനെ വിളിപ്പിച്ചു. ജോർജ് മുഖാന്തരം? അല്ലല്ല, പിന്നെ ഞങ്ങൾ വേറെ ഒരു ചേട്ടൻ ആൾ മുഖാന്തരം ഞങ്ങൾ അങ്ങോട്ട് വീണ്ടും പോയി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മനോട് പറഞ്ഞു ബ്ലഡ് എടുത്തു എൻ്റെ. പിന്നെ എൻ്റെ മുടിയുടെ ബാക്കിൽ ഇവിടെ ഒരു മറുകുണ്ട്, ഞാൻ പോലും കണ്ടിട്ടില്ല. നോക്കി നോക്കി കഴിഞ്ഞ് ബ്ലഡ് എടുത്തത് ഹോസ്പിറ്റലിൽ പോയാണോ? അല്ലല്ല, അവിടെ വീട്ടിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരെടുത്തു. അപ്പം എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അമ്മ എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയണം, ഇവിടെ നിൽക്കണം എന്ന്. പക്ഷെ മകളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയാണോ ആദ്യമായിട്ട് പറഞ്ഞത്? അമ്മയാണ് പറഞ്ഞു എൻ്റെ മകളാണ്. അപ്പം എനിക്ക് അമ്മേനെ ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നു നമുക്ക് എന്ന് പറയാം, ഇത്രയും വലിയൊരാള് നമ്മൾ അത്രയും താഴ്ന്നല്ലേ കിടന്നിരുന്നത്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മ വിളിക്കുമ്പോഴൊക്കെ പോകും. അങ്ങനെ എനിക്ക് കല്യാണം ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. വിളിക്കാറില്ല, ഞങ്ങൾ പോയി കാണാറാ പതിവ്. ഇല്ല, അതായത് വിളിക്കുമ്പോൾ അമ്മമാരെ സ്റ്റാഫ് വഴിയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി അമ്മയായിട്ട് ഇതായി കഴിഞ്ഞപ്പോൾ കല്യാണമായപ്പോൾ അമ്മ ഒരു കല്യാണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് താല്പര്യമില്ല. തമിഴ്നാട്ടിലുള്ള ഒരു പയ്യൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ഒരു പയ്യനായിട്ട് എനിക്കിഷ്ടമായിരുന്നു. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞു എൻ്റെ അതേ അവസ്ഥയിൽ വളർന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൂടുതൽ താല്പര്യമായി. അപ്പം അങ്ങനെയാണ് ഞാൻ ആളെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവരെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മേനെ വിളിച്ച്
ചോദിച്ചു ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വല്ല വിരോധം ഉണ്ടോയെന്ന്. ആര് ചോദിച്ചു? ഹസ്ബൻഡിൻ്റെ അമ്മേനോട് ഞാൻ ചോദിച്ചു. ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു ഇവനെ വീട്ടിൽ കയറ്റില്ല, അച്ഛനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ചോ, ഇവിടെ പെങ്ങളുണ്ട് ദീപ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ അംഗീകരിക്കാം. എന്തായിരുന്നു പുള്ളിക്ക് ജോലി? കമ്പ്യൂട്ടർ അക്കൗണ്ടന്റ് ആയിരുന്നു. ശരി. അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിച്ച് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അമ്മയെ അറിയിച്ചോ? അമ്മേനെ അറിയിച്ചു. അമ്മ നമുക്ക് ആവശ്യത്തിനുള്ള പൊന്നും ആവശ്യത്തിൽ കൂടുതൽ പൊന്നും ക്യാഷും തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചു. അതെല്ലാം കൊടുത്തേക്കായിരുന്നു. കൊടുത്തേക്കായിരുന്നു. പിന്നെ എനിക്ക് മകളുണ്ടായപ്പോൾ അമ്മയ്ക്ക് മകളെ കാണണം എന്ന് പറഞ്ഞു. എൻ്റെ മൂത്ത കൊച്ചിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു. അമ്മ അവൾക്ക് വേണ്ട ഇതുകളൊക്കെ എല്ലാം ചെയ്തു തന്നു. പിന്നെ ഞാൻ ഇങ്ങനെ അമ്മേനോട് ഇങ്ങനെ എപ്പോഴും പറയേ എനിക്കിങ്ങനെ അമ്മ അച്ഛനില്ല, ഇങ്ങനെ അത് നിന്ന വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് കേട്ടിട്ടുണ്ട് എൻ്റെ തള്ളാരാന്നൊക്കെ, പിന്നെ ഫ്രണ്ട്സും. അപ്പോൾ അമ്മേനോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അമ്മ എന്നെ എനിക്ക് ആരുമില്ല, സ്വർണം ഇതൊന്നുമല്ല ആവശ്യം, ഞാൻ ഒരു സാധാരണ ഇതിൽ ജീവിച്ചേക്കണം, അപ്പം എനിക്ക് ഒരു അമ്മ അംഗീകാരം ഉണ്ടാവണമെന്ന് ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം അമ്മ പറഞ്ഞു ഞാൻ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിലിരിക്കണം, അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇതുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ട് പറയാൻ പോയില്ല. അങ്ങനെ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടായിക്കായി. ലാസ്റ്റ് ടൈമിൽ ഞാൻ അമ്മേനെ കാണുമ്പോൾ അമ്മയ്ക്ക് നടക്കാനൊന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായിരുന്നു ലാസ്റ്റിൽ കണ്ടത്? ലാസ്റ്റ് അമ്മ മരിക്കുന്നേക്കാളും ഒരു 2 മാസം മുന്നേ പോയിരുന്നു. അമ്മ വിളിച്ചിരുന്നോ? വിളിച്ചിട്ട് പോയി. ഞാൻ അവിടെ അപ്പോൾ അതിന് മുമ്പ് പോകുമ്പോഴേ ഈ ശശികലയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ എങ്ങനെയായിരുന്നു? സുനിത അമ്മയുടെ മകളാണെന്ന് അവർക്കൊക്കെ അറിയായിരുന്നു ആ സമയത്ത്? ഞാൻ വെല്ലിയാണ്ടി എന്നാണ് ആൾ വിളിച്ചിരുന്നത്. ആരെ വിളിച്ചിരുന്നത്? ശശികലയെ വിളിച്ചിരുന്നത്. അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അവരങ്ങനെ വന്ന് നമുക്ക് ചായയൊക്കെ തരും, നമ്മൾ ചായയൊക്കെ കുടിക്കും, നമ്മളങ്ങോട്ട് പോരും. പക്ഷേ ജയലളിതയുടെ മകളാണെന്ന് ആ സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നോ? അവർക്ക് അറിയില്ല എന്ന് ചോദിച്ചാൽ എന്നോട് നല്ല സ്നേഹമൊക്കെ ആയിട്ടാണ് പെരുമാറ്. ഞാൻ വെല്ലിയാണ്ടിന്ന് വിളിക്കാറ്. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവരെ കുറിച്ച് എപ്പോഴെങ്കിലും? ഞാൻ അമ്മേനോട് പറഞ്ഞിരുന്നു. ഇവരിങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വഴക്കുണ്ടായിരുന്നു. അമ്മയും ശശികലയും? അതായത് അമ്മയുടെ ഒപ്പ് ഈ ആൻറ്റി ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് അമ്മേനോട് പറഞ്ഞു ഇങ്ങനെ അത് അമ്മ അതിന് ഇവരൊക്കെ നിർത്തണം എന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ അടുപ്പിക്കാണ്ടിരിക്കാനുള്ള പരിപാടികളായിരുന്നു അവിടെ. പിന്നെ ആര്? ശശികല. പക്ഷെ അമ്മ എന്നോട് നല്ല തന്നെയായിരുന്നു, സ്നേഹം തന്നെയായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഈ ഒരു കാര്യം 22-ാം തീയതി എന്നോട് അവിടെ എത്താൻ പറഞ്ഞു. അമ്മ പറഞ്ഞ പ്രകാരമാണ് ഞാൻ 22-ാം തീയതി അമ്മ 2016 സെപ്റ്റംബർ 22-ാം തീയതി ഞാൻ ചെല്ലണം. 2016 സെപ്റ്റംബർ 22-ന് അങ്ങോട്ട് ചെല്ലണം. കാലത്ത് വോയിസ് ഗാർഡിൽ പോയി വന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാം. എനിക്കതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ കടന്നോളം അവിടെ ചെന്ന് കടന്ന് വീണ്ടും അങ്ങോട്ട് ചെന്നപ്പോഴാണ് കുറേ ആൾക്കാർ കൂടി നിൽക്കണ അകത്ത്. അപ്പം അമ്മേരെ സെക്യൂരിറ്റി ഉണ്ട്, വേറെ നമുക്ക് പരിചയമുള്ള കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അമ്മ സ്കേഴ്സിൻ്റെ താഴെയായിട്ട് കിടക്കാണ് നിലത്ത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടണ്. ആരാണ്? ശശികലയോ? ഈ അമ്മയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കൂടെ ഇല്ലായിരുന്നോ? ഈ ബ്ലാക്ക് ഇതിട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും വളഞ്ഞിങ്ങനെ നിൽക്കാണ്. അപ്പം അമ്മ ഇങ്ങനെ കിടക്കണപ്പോൾ ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ സുനിതയുടെ കൂടെ ആരുണ്ടായിരുന്നു? എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അതായത് അമ്മ പറഞ്ഞു ഞാൻ ഇനിയിപ്പോൾ ഇതിൽ രാജിവെക്കാനുള്ള പരിപാടിയാണ്, ഇനി ഞാൻ പോയസ് ഗാർഡൻ ഉണ്ട്, കോടനാട് എസ്റ്റേറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് താമസിക്കാം, ഫാം ഹൗസ് തുടങ്ങാം, എനിക്കിപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ എഴുതാം എന്നോട് അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇവിടെ ഹസ്ബൻഡ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമായി. പിന്നെ അമ്മയ്ക്കും വയ്യാണ്ടായോട് കൂടിയിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ ജീവിക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു. അപ്പോൾ എനിക്കും സന്തോഷമായി, അമ്മയുടെ കൂടെ നിൽക്കാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ
അങ്ങോട്ട് ചെല്ലണത്. അപ്പോഴാണ് ഞാൻ അവിടെ ഇത് കാണുന്നത്. കാണുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ബോധം ഉണ്ടായിരുന്നോ ആ സമയത്ത്? അമ്മ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക്. അപ്പം ഞാൻ നിലവിളിക്കാനാണ് ശ്രമിച്ചപ്പോഴാണ് വായ പൊത്തിയത്. വായ്പത്തിയതാരാ? അവിടുത്തെ ഒരു സ്ലീപ്പർ വന്നിട്ട് വായ പൊത്തി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പൊക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവ് നൈറ്റ് ഭയങ്കര സണ്ട പോട്ടിരിക്കുക അമ്മാവും ശശികലയും എന്ന് പറഞ്ഞു. ശശികല ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ അല്ലേ? അവരാണ് ചവിട്ടിയതല്ലേ? അവരാണ് കാലുകൊണ്ട് ഇങ്ങനെ തട്ടി നോക്കണം. അപ്പോൾ ഞാൻ ഇത് ഇവരെന്നോട് പോക്കാം. പക്ഷെ അമ്മയ്ക്ക് ഒരു ഇണക്കം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു പോന്ന് പുറത്തേക്ക് ആക്കി. ഇപ്പം ഞാൻ അങ്ങോട്ട് പോന്നു. പിന്നെ ഞാൻ പകുതി എത്തിയപ്പോഴാണ് ആലോചിച്ചത് എൻ്റെ ഡ്രസ്സ് അടങ്ങിയ ബാഗ് അവിടെ കിടക്കായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല, പേടിയായി. പിന്നെ എനിക്ക് ഒരു വിറയലും വന്നു. നമുക്ക് ആ ഷോക്കിൽ കാണുമ്പോൾ ഇങ്ങനെ കിടക്കണം കണ്ടു. നമ്മുടെ കൈയും കാലൊക്കെ വിറച്ചിട്ടും പാടില്ല, പൊക്കോളാനും പറഞ്ഞു. പിന്നെ അപ്പം തന്നെ സെക്യൂരിറ്റി മാറ്റ് വേഗം വിട്ടോളാം, അങ്ങനെ വേഗം പോകുന്നതാണ് നിങ്ങൾ തൊഴുതാണ് ഇട്ടാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോന്നു. പിന്നെ അമ്മ ഡിസംബർ 5-ാം തീയതി അമ്മ മരിച്ചു എന്നുള്ളൊരു വാർത്ത കാണുന്നത് ടി വിയിൽ. പിന്നെ എനിക്കാന്ന് വെച്ചെങ്കിൽ പേടി, ബാഗ് അവിടെ വിട്ട കാരണം ഞാനാണ് അവിടെ വന്നിരിക്കണമെന്ന് അറിയും. പേടിയുണ്ടായിരുന്നു. അങ്ങനെ ആരോട് ഇത് പറയും, നമുക്ക് പറയാനും പറ്റുന്നില്ല. പിന്നെ അന്ന് തൊട്ട് നമുക്ക് ഉറക്കവുമില്ല, ഒരാളോടും പറയാനും പറ്റാത്തൊരവസ്ഥ. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് പകരം ഓരോരുത്തർ വരുമ്പോഴും നമ്മൾ മിണ്ടാണ്ട് നമ്മുടെ ഇത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥ. ഒരു മകൾക്ക് ഉണ്ടാവരുത്. അമ്മ മരിച്ചിട്ട് ഒന്ന് കാണാൻ പറ്റാത്ത ഒരവസ്ഥ എന്നാലോചിക്കുക. അമ്മ മരിച്ചതിന് ശേഷം പിന്നീട് പൈസ എത്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അതെങ്ങനെയാ? അത് അവിടുന്ന് അമ്മയുടെ സ്റ്റാഫാണ് കൊണ്ടുവന്നിരുന്നത്. അവർ അമ്മ പൈസ തരുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾക്ക് പൈസ തരുന്ന ആളോട് ഒരു കാര്യം ചോദിക്കരുതെന്ന്. അത് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒന്നും കുത്തി ചോദിക്കാൻ നിൽക്കരുതെന്ന്. അതെനിക്ക് എല്ലാ മന്തിലും ആള് തന്നിരുന്നു. അപ്പം പിന്നെ ആള് ജീവിക്കാനുള്ള ഇത് നമുക്ക് ഓരോ മാസവും അമ്മ മരിച്ച എത്ര വർഷം തന്നിട്ടുണ്ടായിരുന്നു പണം? എനിക്കെല്ലാ മാസവും ഇപ്പോഴും വരുന്നുണ്ടോ? അതോ ഇപ്പോഴും നമ്മൾക്ക് അമ്മ ഉള്ള ഇതിട്ടത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ജീവിക്കണം. ഇപ്പോഴും എല്ലാ മാസവും കൊണ്ടുവരും. ഇപ്പോൾ അതല്ല, ഇപ്പോൾ 2024 ഓഗസ്റ്റ് വരെ എനിക്ക് കിട്ടിയിരുന്നു. 2024 ഓഗസ്റ്റ് വരെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ 2 വർഷം കൊണ്ട് കിട്ടുന്നില്ല? അല്ല, 2 വർഷമല്ല, 2024 ഓഗസ്റ്റ് വരെയല്ലേ കിട്ടിയത്? ഓഗസ്റ്റ് വരെ കിട്ടിയിരുന്നു. 1 വർഷമായിട്ടില്ല, ഒരു 10 മാസം കൊണ്ടായിട്ടുള്ളതായിട്ട്. എന്നാലും അമ്മ എനിക്ക് ജീവിക്കാനുള്ളത് തന്നുകൊണ്ടാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. അല്ലാണ്ട് എനിക്കൊരു ജോലിയോ ഒരു വരുമാനവും ഇല്ല. അമ്മയുടെ ആ പൈസ കൊണ്ട് തന്നെ ഇത്രയും നാൾ ഞാൻ ജീവിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ എല്ലാ മാസവും കൊണ്ടുവരുന്നത് ഒരേ ആൾ തന്നെയാണോ അതോ? അല്ലല്ല, അത് വേറെ വേറെ ആൾക്കാരായിരിക്കും. പിന്നെ അമ്മയായിട്ട് എടുത്ത ഫോട്ടോ എന്തെങ്കിലും അങ്ങനെ ഫോട്ടോ? അമ്മയുടെ ഞാനായിട്ട് എടുത്ത ഫോട്ടോ ഒക്കെ പോയസ് ഗാർഡനിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ കാണില്ലല്ലോ, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിയത്തില്ല. ഫോട്ടോസ് കുറേ ഉണ്ടായിരുന്നു, അമ്മയുടെ കയ്യിലായിരുന്നു. അമ്മ എപ്പോഴെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ടോ ആരെങ്കിലും ഭയപ്പെടുന്നതായിട്ടോ ഭീഷണിപ്പെടുന്നതായിട്ടോ അപായപ്പെടുന്നതായിട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്ക് ഇങ്ങനെ അവിടെ കുറച്ച് ഇതുണ്ട്. അമ്മ പറയണം. അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അമ്മ എന്താണോ പറഞ്ഞത് അത് പറയൂ. ഇപ്പം എൻ്റെ അമ്മ പോയി, ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞോളൂ, അത് കുഴപ്പമില്ല. നമുക്ക് ഇപ്പം എന്തായാലും സത്യം അറിയണമല്ലോ, സമൂഹം അറിയണം. ഇപ്പം എന്തായാലും സമൂഹം എന്തായാലും അറിയട്ടെ. ഞാൻ 9 വർഷമായി കരയാണ്. ഈ സെപ്റ്റംബർ 22-ാം തീയതി വരുമ്പോൾ ഒരു രാത്രി ഞാൻ കരയാണ്ട് കിടന്നിട്ടില്ല. എന്നുവെച്ചാൽ എനിക്കാണ് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടത്. എന്താണ് അമ്മ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴെങ്കിലും പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്തായാലും ഇത്രയായില്ലേ, എല്ലാവരും
ഇനി ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. എന്താ പറഞ്ഞമ്മ? അവസാനം വന്നപ്പോൾ ഒക്കെ അമ്മേനെ അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു, അവർ ഈ ആൻറ്റി ടീമും. പക്ഷെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലെത്തി. ഞാനെന്ന് വെച്ചാൽ എനിക്കും കേരളത്തിലാണ് ഞാൻ വളർന്നത്. മകളെന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ അജി കൃഷ്ണ സാറ് HRTC ഇല്ലെങ്കിൽ ഞാനിവിടെയും വരില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആരുമില്ല ഇത് പറഞ്ഞിട്ട് സഹായിക്കുക. ഹസ്ബൻഡ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പുള്ളി എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? ഞാൻ 7 വർഷമായി ആളെടുത്തുനിന്ന് മാറി താമസിക്കും. സെപ്പറേറ്റാണ്. അദ്ദേഹം ചോദിച്ചിട്ടില്ലേ പൈസ എവിടെ നിന്നാണെന്നും? ആള് ചോദിച്ചിട്ടുണ്ട്, വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട്. പൈസ എവിടെ നിന്ന് വരുന്നത്? ആ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എവിടെ നിന്നോ പൈസ വരുന്നുണ്ട്. ആദ്യമൊക്കെ നമുക്ക് പൈസ വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുള്ള ഭയങ്കര മർദ്ദനമായിരുന്നു. പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഇങ്ങനെ, എൻ്റെ അമ്മയുടെ ലൈഫിലും കൂടി ഞാൻ തകർക്കണ്ട എന്നുള്ള ഒരിതിൽ നിന്നു. ഇപ്പോൾ നീതി അമ്മയ്ക്ക് ഇപ്പോൾ എന്താണ് സുനിതയുടെ ആവശ്യം? എൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ എൻ്റെ അമ്മേനെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം എൻ്റെ അമ്മ കൊല്ലപ്പെട്ടത്. എന്നിട്ട് ഇതുവരെയ്ക്കും ഒരു നിയമ നടപടികൾ ഉണ്ടായില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് കൊന്നവരെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കണം എന്നുള്ളത് ഒരാവശ്യം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് വേണ്ട. പല മാധ്യമങ്ങളും പല സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് സ്വത്തിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു സ്വത്ത്, എൻ്റെ സ്വത്താണ് എൻ്റെ അമ്മ. അതിന് വലിയ സ്വത്ത് എനിക്കെന്തിനാ? എത്ര ഇത് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് പകരാവില്ല. അതാർക്കും പറഞ്ഞ മനസ്സിലാവില്ല. അമ്മ എന്നൊരു വാക്കിൻ്റെ അർത്ഥം നല്ലോണം മനസ്സിലാക്കി. എൻ്റെ സ്വത്താണ്, ആ സ്വത്താണ് എൻ്റെ അമ്മ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോരാടുന്നു. വേറെ ഒന്നും എനിക്ക് വേണ്ട. സമൂഹം എന്തും പറഞ്ഞോട്ടെ, ദൈവമുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നു, എന്താണെന്ന് അറിഞ്ഞു. ഇനി ജീവിക്കാൻ, കാരണം ഇതിൻ്റെ മറുഭാഗത്തുള്ളവർ ശക്തരാണ്, അറിയാം. അപ്പോൾ ഭയമുണ്ടോ? ഇപ്പം എന്തായാലും ഭയമൊക്കെ ഉണ്ട്. എനിക്ക് ചെറിയ 2 പെൺമക്കളാണ്. എനിക്കെന്തായാലും പറ്റി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആരുമില്ല. എൻ്റെ അതേപോലത്തെ അവസ്ഥ വരും. ഇപ്പോൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുണ്ട്, രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ. എനിക്ക് മോദിജി നീതി മേടിച്ചു തരും എന്നുള്ള നല്ല ഉറപ്പോട് കൂടിയിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് എൻ്റെ അമ്മയുടെ നല്ലൊരു സുഹൃത്തും കൂടിയായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പക്ഷെ എനിക്ക് ആളെ കാണാൻ ശ്രമിച്ചിരുന്നു, ഞാൻ മോദിജിനെ കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല. മോദിജി സാർ തന്നെ ഇതിന് മുൻകൈ എടുക്കും, എനിക്ക് നീതി മേടിച്ചു തരും ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും സുനിതയുടെ ആഗ്രഹം പോലെ തന്നെ, ആഗ്രഹമല്ല അതൊരു പോരാട്ടം തന്നെയാണ്. അമ്മയുടെ ഇതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സമൂഹത്തിന് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം പലപ്പോഴും പലരുടെയും ഇത് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളൊരിക്കലും നിങ്ങൾക്ക് പണമോ അല്ലെങ്കിൽ അംഗീകാരമോ അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് അമ്മയുടെ ഘാതകരെ അറസ്റ്റ്, അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് മാത്രം മതി എനിക്ക്. അപ്പോൾ എന്തായാലും ആ പോരാട്ടത്തിൽ ഞങ്ങളെല്ലാവരും കാണും. ഞാൻ ഇത്രയും കാര്യങ്ങൾ കൂടുതൽ വിശദമായി ചോദിച്ചത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പല സംശയങ്ങളും നമുക്ക് തീർക്കേണ്ടതുണ്ട്. കാരണം
അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ കാര്യങ്ങൾ കടന്ന് ചോദിച്ചത്. അതിലെന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. ഓക്കെ, ശരി, നമസ്കാരം. സുനിതയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം HRDSന്റെ ലീഗൽ വിങ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സുനിതയുടെ സഹായമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇപ്പോൾ നിലവിൽ സ്റ്റാറ്റസ് അവരുടെ പരാതി കൊടുത്തതിന് ശേഷം? പരാതി കൊടുത്ത ശേഷം ഇപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ റിപ്ലൈ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ HRDSന്റെ ലീഗൽ വിങ് സുപ്രീം കോർട്ടിലേക്ക് പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വിഷയം ആയതുകൊണ്ടും ഒരു മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കൊല്ലപ്പെട്ടിട്ടും അതിൻ്റെ ഒരു കൃത്യമായിട്ട് നമുക്ക് വേണം. ഒരു നിലപാടിന് പോസിറ്റീവ് നിലപാടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി സകലതും നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇനി സുപ്രീം കോർട്ട് ഇത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.